പെരേരക്ക് വല്ല അസൂയ ഉണ്ടെന്നറിയില്ല. പെരേര നെഗറ്റീവ് പറയണ്ടേ എന്നെ കുറിച്ചാ. യോധ യോധയില ജഗതിയുടെ അവസ്ഥയാണ് ഇപ്പൊ ഈ പെരേരയ്ക്ക്. അവൻ എല്ലാവരുടെ അസൂയാണ്. കിംബോയ് മുങ്ങിയതിൻ്റെ ഇഷ്ടമല്ല. ടൈഗറിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നമ്മൾ ടൈഗറിനും കിംബോയും കോമാളത്തെ കാണിക്കും. അപ്പോൾ അവനെന്താ കാണിക്കുന്നത്? അവൻ ആരും പൊങ്ങി, അവന് മാത്രം പൊങ്ങിയിരിക്കണം, വേറെ ആരും വരാറില്ല. ഇപ്പം എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, എനിക്ക് ചേട്ടനോട് അസൂയയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പക്ഷെ ഒരു കാര്യം നിഷ്കളങ്കനാണ്. അവൻ അസൂയ ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, മുഖത്ത് ശരിക്കും കാണിക്കുന്നുണ്ട്. ആള് പാവയ്ക്കാണ്, പക്ഷെ അസൂയ ഭയങ്കര കൂടുതലാണ്. പെരേരയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ സത്യങ്ങളാണ്, ഇത് സത്യമാണ്, എല്ലാ സത്യങ്ങളാണ്. പെരേരയെ കുറിച്ച് പറയുമ്പോൾ സത്യങ്ങളാണ്. ചില അപ്പോഴും സത്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ബേസിക്കലി ആള് പാവയ്ക്കാണ്, നല്ല പാവയ്ക്കാണ്. പക്ഷെ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ഒരു ജീവിതത്തിൽ ഒരു അച്ചടക്കവും ഇല്ല. 2 ബിരിയാണിക്കാണ് ഒറ്റടിക്ക് കഴിക്കുന്നത്. തീറ്റപ്രാന്ത്, എല്ലാത്തിനോടും ആക്രാന്തമാണ്. പണ്ട് കണ്ടിട്ടില്ല, ഒരു റിവ്യൂ കൊടുക്കുമ്പോൾ സൈഡിലൊന്ന് റിവ്യൂ ചെയ്യാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും തോന്നി അപ്പം തന്നെ പറയണം. എന്തൊക്കെയോ പുള്ളിക്ക് ഓട്ടിസം ഉണ്ടെന്നൊക്കെ പുള്ളി എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയോ പറയണം. എന്തായാലും പുള്ളി ആൾക്കാരെ ചിരിപ്പിക്കും. ഇന്നലെ ഞാൻ വീഡിയോ കണ്ടു, ഒരു ഒട്ടകത്തിന് മുകളിൽ കയറി ചാടുന്നു. പിന്നെന്താണ് മുഖത്ത്, അത് വളരെ മോശമായി. മുഖത്ത് ഒരു ബോൾ അടിച്ചപ്പോൾ എല്ലാവരും കൈ കണ്ടിരിക്കുകയാണ്. മറ്റേ ബോൾ ഇങ്ങനെ അടിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് കൊണ്ടു. അപ്പോൾ അവന് എന്തോ തല കൊണ്ടു. പക്ഷെ ആ സമയത്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്യേണ്ടി പോകാൻ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയായില്ല. പക്ഷെ എല്ലാവർക്കും അവനൊന്ന് കിട്ടണം എന്ന് പലരും ആഗ്രഹിച്ചിരുന്നു. അല്ല, അവൻ കോമാളിത്തരം കാണിക്കില്ല, ആരും ഉപദ്രവിക്കണമെന്നില്ലല്ലോ. അവൻ എത്ര മോശം കൂടെ പോസിറ്റീവ് കൊടുക്കും, നെഗറ്റീവ് കൊടുക്കാറില്ല. അവനാരും ഉപദ്രവിക്കണമെന്നില്ല. നിങ്ങൾക്ക് അവൻ്റെ കോമാളിത്തരം കാണിക്കാൻ നീ കാണണ്ട. ഇതിപ്പോൾ പലരും പറയും ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആറാട്ടൊന്നും പറയാം. നിങ്ങൾ എന്തിനാ കാണുന്നത്? വേണമെങ്കിൽ കണ്ടാൽ മതി, കാണുന്നത് ഒരു നിർബന്ധവും ഇല്ല. അവൻ്റെ കോമാളിത്തം എൻജോയ് ചെയ്യുന്ന ആൾക്കാരില്ലേ? എത്ര പേര് എൻജോയ് ചെയ്യുന്നു? പണ്ട് ജഗതി ഇന്നസെൻ്റായ മലയാളികളെ ഇപ്പോൾ ചിരിപ്പിക്കുന്ന പെരേരയാണ്. എന്തുകൊണ്ട് മീഡിയ പെരേര പോലെ പോകാൻ കാരണം അവൻ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് ചിരി വരും, റീച്ച് കൂടും. അതുകൊണ്ടാണ് അങ്ങനെ മീഡിയക്കാർ പോലും ചിരിക്കുകയാണ് വീഡിയോ എടുക്കുന്നിടയ്ക്ക്. അപ്പോൾ കുറേ നാം പ്ലാൻ ചെയ്ത് കയ്യിൽ മണപ്പുറം പറയാനാണ്. അപ്പോൾ അവനും കൊണ്ടത്തെ കുഴപ്പം, അവനാരും ഉപദ്രവിക്കുന്നില്ല. അവന് രാത്രി ആൾക്കാർ ജോലി കഴിഞ്ഞ് വന്ന് ടെൻഷൻ അടിക്കുന്ന മുമ്പ് റിലാക്സ് ചെയ്യാൻ അവൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. അതിനപ്പോൾ നിങ്ങൾക്കാണ് താല്പര്യം കാണണ്ട. അന്ന് എന്നെയും കൊണ്ട് വിളിച്ച് പറയും അവനെ 2 പൊട്ടിക്കണം, അങ്ങനത്തെ കാര്യമൊന്നും അവൻ ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട്. ഇപ്പോൾ വെള്ളൂർമാളിൽ പോയ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല. വളരെ അതിൻ്റെ പേരിൽ അടിയിടിയെല്ലാം ഉണ്ട്. ഇങ്ങനെ മാറാണൊക്കെ പറയണം. പുള്ളി സൂപ്പർ സ്റ്റാറാണ്, വേറെ എന്തൊക്കെയാണെന്നൊക്കെ പറയണം. എന്താണ് പുള്ളി മൊത്തത്തിൽ കോമഡിയാണ്. പുള്ളി നിങ്ങൾക്ക് കാണാൻ താല്പര്യം കാണണ്ട, ആരും ഒന്ന് കാണണമെന്ന്. എന്തിനായാലും ഇങ്ങനെ അറ്റാക്ക് ചെയ്യണം. പക്ഷെ എന്താ കണ്ടാൽ അതിൻ്റെ കമൻസ് വെച്ച് കഴിഞ്ഞാൽ എത്ര ദുഃഖത്തിലുള്ള ആളാണെന്ന് ചിരിക്കാൻ നന്നായിട്ടുണ്ട്. ഗൾഫ് പോകാൻ സാധ്യതയുണ്ട്, കാരണം ഫാദർ അവിടെയാണല്ലോ. പുള്ളി വളരെ പ്രാക്ടിക്കലൊക്കെയാണ്. പുള്ളി ഇപ്പോൾ ബിഗ് ബോസിന് എൻ്റെ വേണ്ടി മുഴുവൻ ഒപ്പിക്കണം. ബിഗ് ബോസ് കിട്ടിയില്ലെങ്കിൽ പുള്ളി നേരെ കേരള സ്റ്റോഴ്സിന് കട തുടങ്ങും. പുള്ളിന് മന്തയിൽ വരില്ല പറഞ്ഞു.